ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ അനായാസ ജയം സ്വപ്നം കണ്ടിരുന്നവർ ഞെട്ടിയിരിക്കുകയാണ്. 28 റൺസിന് ഇന്ത്യയെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ് സന്ദർശകരായ ഇംഗ്ലണ്ട്. 231 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ 202 റൺസിന് കൂടാരം കയറി. 7 വിക്കറ്റ് വീഴ്ത്തി ടോം ഹാർഡ്ലിയുടെ പ്രകടനമാണ് ഇന്ത്യയെ തകർത്തത്. ഒന്നാം ഇന്നിംഗ്സിൽ 190 റൺസിൻ്റെ ലീഡ് നേടാൻ ഇന്ത്യക്കായിരുന്നു. എന്നിട്ടും ഇന്ത്യ തോറ്റുവെന്നതാണ് എടുത്തു പറയേണ്ടത്. നാട്ടിൽ 100ലധികം റൺസിൻ്റെ ലീഡ് നേടിയിട്ടും ഇന്ത്യ തോൽക്കുന്നത് ഇതാദ്യമായാണ്. എന്തായാലും വലിയ നാണക്കേടായി ഈ തോൽവി ഇന്ത്യക്ക് മാറിയിരിക്കുകയാണ്. രണ്ടാം ഇന്നിംഗ്സിൽ തൊട്ടതെല്ലാം ഇന്ത്യക്ക് പിഴച്ചു. ഒന്നാം വിക്കറ്റിൽ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് 42 റൺസിനെ കോട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ കോട്ടത്തകർച്ചയാണ് കണ്ടത്. ആദ്യ ഇന്നിംഗ്സിൽ വെട്ടിക്കെട്ട് 50 നേടിയ യശസ്വി ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ 35 പന്തിൽ 15 റൺസാണ് നേടിയത്. ടോം ഹാർഡ്ലിയാണ് ജയ്സ്വാളെ പുറത്താക്കിയത്. പിന്നാലെ എത്തിയ ശുഭ്മൻ ഗിൽ 2 പന്ത് നേരിട്ട് ഡക്കിന് പുറത്തായി. വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ എല്ലാ കണ്ണുകളും രോഹിത് ശർമ്മയിലായിരുന്നു. 58 പന്തിൽ 39 റൺസ് നേടാൻ രോഹിത്തിനായി. എന്നാൽ സമ്മർദ്ദം ബാധിച്ചതോടെ ടൈമിംഗ് തെറ്റി ഹാർഡ്ലിക്ക് മുന്നിൽ LBയിൽ കുടുങ്ങി. പ്രമോഷൻ ലഭിച്ചെത്തിയ അക്ഷർ പട്ടേൽ 17 റൺസിന് പുറത്തായി. ശ്രേയസ് അയ്യർ അല്പനേരം പിടിച്ചു നിന്നെങ്കിലും 13 റൺസുമായി മടങ്ങി. ആദ്യ ഇന്നിംഗ്സിലെ ഇന്ത്യൻ ടോപ്പ് സ്കോറർ രവീന്ദ്ര ജഡേജ 2 റൺസിൽ റണ്ണൌട്ടായത് ഇന്ത്യക്ക് തിരിച്ചടിയായി. KS ഭരത് 28 പൊരുതി നോക്കിയെങ്കിലും വിജയത്തിലേക്ക് എത്തിക്കാനായില്ല. അശ്വിനും 28 റൺസിൽ മടങ്ങി. ഇന്ത്യയുടെ പ്രധാന താരങ്ങൾക്കൊന്നും അവസരത്തിനകത്ത് ഉയരാനായില്ല. ഇതോടെ നാണംകെട്ട തോൽവി ടീമിനെ നേരിടേണ്ടി വരികയായിരുന്നു. 2014 മുതൽ 2022 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ നാട്ടിൽ 2 ടെസ്റ്റാണ് തോറ്റത്. എന്നാൽ അവസാന നാട്ടിൽ കളിച്ച 3 ടെസ്റ്റിലും ഇന്ത്യ തോറ്റുവെന്നതാണ് എടുത്തു പറയേണ്ടത്. സീനിയർ താരങ്ങളായ ചേതേശ്വർ പൂജാരയും അജിങ്ക്യ രഹാനെയുടെ അഭാവം ഇന്ത്യയെ എത്രത്തോളം ബാധിച്ചുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിരാട് കോഹ്ലിയും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇല്ലായിരുന്നു. റൺസ് പിന്തുടരുന്ന സമ്മർദ്ദ സാഹചര്യത്തിൽ ഇന്ത്യയുടെ യുവനിരയ്ക്ക് മുട്ടിടിച്ചു. അമൃത പ്രതിരോധത്തിലേക്ക് ശ്രമിച്ചാണ് ഇന്ത്യ കൂട്ടത്തകർച്ച നേരിട്ടത്. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ 246 റൺസിന് ഇന്ത്യ കൂടാരം കയറ്റിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഒലി പോപ്പ് 196 റൺസിന് ഇന്ത്യയുടെ കണക്കൂട്ടുകൾ തെറ്റിച്ചു. ഇന്ത്യയുടെ സ്പിന്നർമാരെയെല്ലാം അടിച്ചു പറത്തി തകർപ്പൻ പ്രകടനമാണ് പോപ്പ് കാഴ്ചവെച്ചത്. ഇതാണ് 420 എന്ന മികച്ച സ്ലോട്ടിലേക്ക് ടീമിനെ എത്തിച്ചതും 130 എന്ന മികച്ച വിജയലക്ഷ്യം മുന്നോട്ട് വെക്കാൻ ഇംഗ്ലണ്ടിനെ സഹായിച്ചതും. എന്തായാലും നായകൻ എന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന പരാജയമാണിത്. ടീം തെരഞ്ഞെടുപ്പിലടക്കമുള്ള പാളിച്ചകൾ തുറന്നു കടന്ന തോൽവിയാണിതെന്ന് പറയാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാവുന്ന തോൽവിയാണിത്. രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യ നടത്തേണ്ടതായുണ്ട്. എന്നാൽ നിലവിൽ ടീമിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ രണ്ടാം ടെസ്റ്റിലും കാര്യങ്ങൾ എളുപ്പമാവില്ല.